അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കില്ല എന്ന് ഇറാൻ. എക്സ്പോസ്റ്റ് വഴിയാണ് ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചെന്ന റിപ്പോർട്ടുകൾ തള്ളിയാണ് പ്രതികരണം. അനുപമ ശ്രീദേവിയുടെ വിവരങ്ങളുമായി. അനുപമ, എന്താണ് ഇതുമായി സംബന്ധിച്ച വിവരങ്ങൾ? ശ്യാമലി, ഈ ചർച്ചകളുടെ സാധ്യത തള്ളിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഏറ്റവും പുതിയ പ്രതികരണങ്ങൾക്ക് ശേഷമാണ് ഈ ചർച്ചകൾക്കുള്ള സാധ്യത തള്ളിക്കൊണ്ട് ഇറാൻ ആദ്യമായിട്ട് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നത്. ഈ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവിയായിട്ടുള്ള അലി ലാരിജാനിയാണ് ഒരു എക്സ്പോസിലൂടെ ഇനിയും അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും ഇറാൻ ഇല്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നത്. നേരത്തെ ഈ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടത്തുന്നതായിട്ട്, നേരത്തെ തടസ്സപ്പെട്ട ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്നതായിട്ടൊരു സൂചന റിപ്പോർട്ടുകൾ പങ്കുവച്ചിരുന്നു. ഈ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടാണ് അലി ലാരിജാനി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. ഇനി അമേരിക്കയുമായി ഒരു നെഗോസിയേഷൻസിനും ഇല്ല എന്നുള്ള രീതിയിൽ ഒറ്റ വാക്കിലാണ് ഒരു എക്സ്പോസ്റ്റ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇത് നിലവിൽ പശ്ചിമേഷ്യയിലും ഗൾഫ് മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾക്ക് ആഘാതം കൂട്ടിവരുന്ന ഒരു സാഹചര്യത്തിൽ ആശങ്കാജനകമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്, റിപ്പോർട്ട് തന്നെയാണ്, പ്രതികരണം തന്നെയാണ് ഈ വരുന്നത്. ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഇനിയും സംഘർഷം തുടരുമെന്ന നിലയ്ക്കാണ്. അവസാനമായി അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് 4 ആഴ്ചയോളം ഇനിയും സംഘർഷം നീളാനുള്ള സാധ്യതകളുണ്ടെന്നാണ്. ഈ സാധ്യതകൾ അവസാനിപ്പിക്കാനുള്ള ഒരു ഏക മാർഗം എന്ന് പറയുന്നത് അടിയന്തരമായിട്ടൊരു വെടിനിർത്തലിലേക്ക് പോകുക എന്നതാണ്. അതിന് സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണം. പ്രധാനമായിട്ടും ഈ ഒരു സംഘർഷത്തിലേക്ക് നയിക്കുന്നതിന് പ്രധാനമായി കണക്കാക്കപ്പെട്ടിരുന്ന ഈ യുറേനിയം സമ്പുഷ്ടീകരണം, ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം എന്നുള്ള ഒരു വിഷയമാണ്. ഈ ഒരു വിഷയത്തിൽ ഒരു ധാരണയിലെത്തണം, അങ്ങനെ അതിന് ഈ ഒരു ചർച്ചകൾ നടത്തണം. അതിന് സന്നദ്ധ ഒമാൻ നിരന്തരമായിട്ട് ഒരു മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഘർഷമായി ഇത് വളരുന്ന പശ്ചാത്തലത്തിൽ. എന്നാൽ ഇപ്പോഴുള്ള ഈ 2 പ്രസ്താവനകളും അമേരിക്കൻ പ്രസിഡന്റിന്റേതായാലും അതുപോലെ തന്നെ ഇറാൻ ദേശീയ കൗൺസിൽ മേധാവിയുടേതായാലും ഈ ഒരു പ്രതികരണം സൂചിപ്പിക്കുന്നത് ഈ സംഘർഷം തുടരും എന്ന നിലയ്ക്ക് തന്നെയാണ്. ശ്യാമിലി.